എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദിയുടെയും വിക്രത്തിന്റെ അടുത്ത ആഴ്ചയിലും നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് നമ്മളെല്ലാവരും ഇത്രയും കാലം കാണാൻ കാത്തിരുന്ന കുറച്ച് നല്ല നല്ല നിമിഷങ്ങളാണ്. അങ്ങനെ വേദ കുടുംബത്തിലുള്ള എല്ലാവരെയും നന്നാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അതിന്റെ ആദ്യ പടിയെന്നോണം തന്നെ വിക്രത്തിന് കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത്രയും കാലം വിക്രം ഗുണ്ടാപ്പണി ചെയ്ത് നടന്നവനാണെങ്കിൽ പിന്നീട് വിക്രത്തിന് തന്നെ തോന്നി ഒരിക്കലും അത് ശരിയായ ജോലിയല്ല, തനിക്ക് നല്ലൊരു ജോലി വേണം, അതിന് വേണ്ടിയിട്ട് താൻ മുന്നോട്ട് ഇറങ്ങണം. അങ്ങനെയൊക്കെ തോന്നി വിക്രത്തിന് തന്നെ മനമാറ്റം ഉണ്ടാവുകയാണ്. അതോടൊപ്പം തന്നെ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട് വേദ തന്നെ കൊണ്ട് ആവുന്ന വിധം പരിശ്രമിക്കുകയാണ്. അതിന്റെ ബലം കണ്ടു തുടങ്ങുകയാണ്. ആ കുടുംബത്തിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതോടൊപ്പം വേദ ആ കുടുംബത്തിലെ അംഗമായിട്ട് മാറുകയാണ്. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ വേദ എവിടെ ഉണ്ടെങ്കിലും ഈ പറയുന്ന കമലയ്ക്കാണേലും അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. വേദയുണ്ട്, വേദയുടെ കൂടുതൽ ഇഷ്ടമുണ്ട്, കാരണം തൻ്റെ മകൻ്റെ ഭാര്യയാന്നുള്ള രീതിയിൽ. പക്ഷെ പിന്നീട് അവർ തിരിച്ചറിയണം വേദ ഇങ്ങോട്ട് വരേണ്ട കുട്ടി തന്നെയായിരുന്നു. അവൾ ഒരു പക്ഷേ ഈ കുടുംബത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഈ കുടുംബം എന്നും ഇങ്ങനെ മുന്നോട്ട് പോകാനും ഒരിക്കലും ഈ കുടുംബത്തെ കരകയറ്റാണ്ട് പറ്റില്ലായിരുന്നു എന്നൊരു ചിന്തയൊക്കെ അവരുടെ മനസ്സിലുണ്ടായി തുടങ്ങുകയാണ്. അങ്ങനെ മാഷു അവസാനം വേദയുടെ ആ ഒരു നല്ല മനസ്സ് അല്ലെങ്കിൽ വേദയുടെ മഹത്വം തിരിച്ചറിയുകയാണ്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് ഇനി വരുന്ന ദിവസങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവസാനം വിക്രം ശ്രീനിവാസാറിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് രാധയുടെ അമ്മ വരുന്നത്. മാലതി വന്നിട്ട് ഒരു അപേക്ഷ കൊടുക്കാനാ വന്നേ, ഒരു പരാതി കൊടുക്കാൻ വന്ന. അത് വെറും പരാതി ആയിരുന്നില്ല, വിക്രത്തിനെതിരെ ഒരു പരാതിയായിരുന്നു. വിക്രത്തിൽ നിന്ന് തന്റെ മോളെ രാധനെ മോചിപ്പിക്കണം, കാരണം അവൾ പോകുന്ന വഴിയൊക്കെ അവൻ ചെല്ലാൻ പാടില്ല, അവൾക്ക് നല്ലൊരു ജീവിതമുണ്ട്, അവളുടെ ഭാവി തൊലച്ച് കളയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനിവാസ സാറിന് എഴുതി പരാതി. ഇത് കിട്ടിയതോ വിക്രത്തിന്റെ കയ്യിൽ. പിന്നീട് ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന്റെ കൂട്ടുകാരൻ ജോസഫ് പറഞ്ഞു, എന്താ മാലതി ചേച്ചി ഇത്, ഇങ്ങനെ വല്ല പരാതിയും കൊണ്ട് ശ്രീനിവാസ സാറിന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇതിൽ പല ഒരു നാണക്കേട് വേറെ ഉണ്ടോ എന്ന് ചോദിക്കാം. പിന്നെ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറ. എന്റെ മോൾക്കൊരു നല്ല ജീവിതം ഉണ്ടല്ലോ, ഞാനൊരു പെറ്റമ്മയാ, എന്റെ വേദന എനിക്കും അറിയത്തുള്ളൂ. എന്റെ മോളുടെ ജീവിതം തകർന്നു കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഇവൻ നല്ല വലിയ വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ഇവ സുഖമായിട്ട് ജീവിക്കാം, പക്ഷെ എന്റെ മോളോ ഇപ്പോഴും ഇവനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നടക്കുക എന്നൊക്കെ പറയാ. ഇത് കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, ചേച്ചി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഇന്ന് വരെ ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല. അവളോട് ഞാൻ ഒരു പ്രജ്ഞകളെ പോലെ ഇന്ന് വരെ കണ്ടിരിക്കുന്നേ, അവൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാന്ന് പറയാണ്. ഇത് കേട്ടതും മാലതി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അവളോട് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം? മുഖത്തടിച്ച പോലെ പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം? നീ ഇതൊന്നും മിണ്ടിയില്ല, അതുകൊണ്ടല്ലേ അവൾ കൂടുതൽ സ്വാതന്ത്ര്യം എടുത്ത് ഇത്രയും വർഷങ്ങളായിട്ട് നിന്റെ പുറകെ തന്നെ നടന്നേ. ഈ നാട്ടുകാർക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എടാ അവൾക്കൊരു നല്ല ആലോചന വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കാം. അവസാനം വിക്രം പറഞ്ഞു, ചേച്ചി വിഷമിക്കണ്ട, ഈ വിക്രം ജീവനോടെ ഉണ്ടെങ്കിൽ അവളുടെ വിവാഹം നടത്തിയിരിക്കും, അവൾക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി ഞാൻ നടത്തിയിരിക്കും. അതിനുവേണ്ടി ചേച്ചി പരാതി ഒന്നും കൊടുക്കാൻ പോകണ്ടെന്ന് പറയണം. ഞാൻ കാരണം അവൾക്കൊരു പ്രശ്നം ഇനി ഭാവിയിലെ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. ഇനിയിപ്പം അവൾ വീട്ടിലേക്ക് വന്നാലും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ചേച്ചി ധൈര്യമായിട്ട് പോയിക്കോളാൻ പറയണം. ആ സമയം വിക്രത്തിന്റെ കൂട്ടുകാരൻ ജോസഫ് പറഞ്ഞു, അത് ശരിയാ ചേച്ചി, വിക്രം പാവാണ്, വിക്രം ഇന്ന് വരെ അവൾക്കൊരു പ്രതീക്ഷയും കൊടുത്തിട്ടില്ല. അവൾ വന്നു കഴിയുമ്പോഴത്തേനും വിക്രം അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ രാധയ്ക്കത് മനസ്സിലാവാറില്ല. അതിപ്പം വിക്രത്തിന്റെ തെറ്റല്ലല്ലോ എന്നൊക്കെ പറയണം. ഇത് കേട്ടതും മാലതി പറഞ്ഞു, മോനെ ഒരു അമ്മയുടെ വിഷമമാണ്, കാരണം എനിക്ക് വേറെ മക്കളൊന്നുമില്ല, ആണും പെണ്ണുമായിട്ട് ഒറ്റ ഒരാളേ ഉള്ളൂ. അവസാന കാലത്ത് എന്നെ നോക്കാനായിട്ട് അവൾ മാത്രമേ ഉള്ളൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പെറ്റമ്മായി എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് മോനെ ഞാൻ വന്നേന്നൊക്കെ പറയണം. അങ്ങനെ ഒരു വിധത്തിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി വിട്ടു കഴിയുമ്പോഴത്തേനും ജോസഫ് പറഞ്ഞു, വിക്രം ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഇത്ര നിസ്സാര കാര്യമായിട്ട് നീ എടുക്കരുത്. രാധയുടെ കാര്യം അറിയാലോ, അവളൊരു പെൺകുട്ടിയാണ്, അവളുടെ ജീവിതം നീയായിട്ട് നശിപ്പിക്കില്ലെന്ന് പരാതി കൊടുക്കാൻ വന്ന അമ്മയുടെ മനസ്സ് നീ കാണണമെന്ന് പറയണം. നിന്റെ കല്യാണം കഴിഞ്ഞു, നീ ഇനി അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിതെളിക്കുള്ളൂ. നീ അവളും ഭാര്യയായിട്ട് ജീവിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന് പറയണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം വിക്രത്തിനും വല്ലാത്തൊരവസ്ഥയായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയം വേദ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. കാരണം എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണം. അതിനേക്കാളുപരി ജോലി, വിശ്വേട്ടനാണെങ്കിൽ ജോലിയില്ല, ശ്രീജയത്തേക്കാണെങ്കിൽ നല്ല സങ്കടമാണ്. കാരണം സ്വന്തം കുഞ്ഞിനെ നോക്കാൻ പോലും കഴിവില്ലാത്തവനാണ് തൻ്റെ ഭർത്താവെന്ന് അറിയാവുന്നതുകൊണ്ടാണ് സ്വന്തം കുഞ്ഞിനെ കൊണ്ടുപോയി തൻ്റെ വീട്ടിൽ വിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ശ്രീജേടത്തി ആണെങ്കിൽ ഇവിടെ ഒന്നും മിണ്ടാതെ എല്ലാവരും പറയുന്ന ഈ ആട്ടുംതുപ്പൊക്കെ ഇട്ട് ഇവിടെ കിടക്കുന്ന പോലും. ഒരു പക്ഷേ എങ്കിൽ നന്ദിനിയേടത്തി ആണെങ്കിൽ 10 പ്രാവശ്യമെങ്കിലും അത് ഒരു ദിവസം ശ്രീജേടത്തിനെ അഭിമാനിക്കാറുണ്ട്. പക്ഷെ ഒന്നും ശ്രീജേടത്തി ഒന്നും മിണ്ടാറില്ല, തൻ്റെ ഭർത്താവിൻ്റെ അവസ്ഥ അറിയാം.
അതൊക്കെ അറിയാവുന്നതുകൊണ്ട് അതിൽ നിന്നല്ല ശ്രീചേട്ടത്തിക്ക് ഒരു മോചനം വേണം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം, വേദ വിശ്വത്തിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുവാണ്, വിശ്വത്തിനൊരു ജോലിക്ക് വേണ്ടിയിട്ട്. കാരണം അറിയാം ഇനിയിപ്പോൾ ജോലി അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകത്തില്ല. എത്ര നാൾ അപമാനഭാരം സഹിച്ച് അവരിങ്ങനെ ഇവിടെ കഴിയണേ. അങ്ങനെ അവസാനം റെസ്യൂമൊക്കെ എടുത്ത് അയച്ചു. അങ്ങനെ ജോലിക്ക് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി, എല്ലാം സെറ്റായി. ഇൻ്റർവ്യൂവിന് പോയി, ജോലിയും കിട്ടി. അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവരോടും പറഞ്ഞാൽ മതി എന്ന് വേദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ പരൊരു സന്തോഷം ശ്രീജിക്കില്ല. അങ്ങനെ ജോലി കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജ ഓടി വന്ന് വേദന കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോളെ നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഞാൻ ജീവിക്കണോ മരിക്കണോ എന്ന് അറിയത്തില്ലാത്ത അവസ്ഥയെ കൂടെ ആയിരുന്നു ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കണേ. വിശ്വേട്ടൻ ജോലിക്ക് പോകാമെന്ന് സംഭവിച്ചിട്ടുണ്ട്, അത് തന്നെ എനിക്കൊരു ഭാഗ്യമാണ്. ഇതിനു മുമ്പ് കുറേ ഇൻ്റർവ്യൂസിനും കാര്യങ്ങൾക്ക് പോയാലും ഇങ്ങനെയൊന്നും ഇല്ല, പോയിട്ടില്ല, ജോലിക്ക് പോയിട്ടില്ല എന്നൊക്കെ പറയാണ്. പിന്നീട് വേദ പറഞ്ഞ സാരമില്ല ശ്രീചേട്ടത്തി, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാന്നൊക്കെ പറയണം. അതിനുശേഷം വിശ്വത്തിൻ്റെ മുറിയിലേക്ക് ഇല്ലുവാണ്. എന്നിട്ട് വിശ്വത്തിനോട് പറഞ്ഞു, വിശ്വേട്ടൻ ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്, ഞാൻ വിശ്വേട്ടൻ്റെ അനിയത്തിയല്ലേ, ഒരു പക്ഷേ അനിയത്തിമാർ പറയുന്നതിലും കാര്യമുണ്ടെങ്കിൽ അത് നമ്മൾ കേൾക്കണമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിശ്വം പറഞ്ഞു, വേദ പറഞ്ഞു എനിക്കറിയാമെന്ന് പറയണം. ഈ ജോലിയിലെങ്കിലും സ്ഥിരമായിട്ട് നിൽക്കണം. അത്യാവശ്യം ഒരു നല്ല ജോലിയല്ലേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കുടുംബത്തിലേക്ക് എന്തെങ്കിലും ഒരു വരുമാനം കൊണ്ട് കൊടുക്കണം. പോരാത്തതിന് ശ്രീചേട്ടത്തിലെ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. ശ്രീചേട്ടത്തി ഒരു പെണ്ണല്ലേ, എത്ര കാലം എന്ന് വെച്ചാൽ എങ്ങനെ കഴിയുന്നേ. അച്ഛൻ്റെ കാലശേഷം എന്തായി തീരും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയൊരു ഉപദേശം തന്നെ കൊടുക്കണം. അവസാനം വിശ്വം പറഞ്ഞു, എനിക്കറിയാം വേദേ, നീ എനിക്ക് വേണ്ടിയിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടെന്ന്. നീ നല്ല കുട്ടിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയണം. സാരല്ല, ഇനി ഞാൻ ഈ ജോലിക്ക് പൊയ്ക്കോളാം, ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിശ്വൻ രാവിലെ ഒരുങ്ങി അങ്ങനെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഇറങ്ങിയ സമയത്ത് മാഷ് അവിടെ നിന്നിട്ട് അവിടെയുള്ള പച്ചക്കറികളൊക്കെ നനയ്ക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. ആ സമയത്താണ് വിശ്വം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. വിശ്വം അങ്ങോട്ട് ഇറങ്ങി വരുന്ന കണ്ടപ്പത്തിന് മാഷ് ഇങ്ങനെ നോക്കി ആപ്പാടെ. ആ സമയത്ത് എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് വിശ്വം ചെന്നിട്ട് അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയണം. ഇത് കേട്ടോ ഒന്ന് നോക്കി ഇങ്ങനെ എന്താന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കുകയാണ്. കാരണം തല്ലുകൊണ്ടതിന് ശേഷം വിശ്വം മാഷിന് മുന്നിലേക്ക് പോയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള പൈസ കൊണ്ടുപോയി ജോയിക്ക് പലിശ കൊടുത്തതിൻ്റെ അതിൻ്റെ ആ ഒരു പ്രശ്നം തീർന്നിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം വീണ്ടും മിണ്ടാറ് പോലും ഇല്ലായിരുന്നു വിശ്വത്തോട്. ഈ സമയം സുധാകരൻ മാഷ് പറഞ്ഞു, ഓ ഇന്ന് ഇൻ്റർവ്യൂവിനായിരിക്കുമല്ലേ പോകുന്നതെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ശ്രീജ പറഞ്ഞു, ഇൻ്റർവ്യൂവിനല്ല അച്ഛ പോണേ, ജോലിക്ക് പോകാന്ന് പറയണത്. ഒരു നിമിഷം മാഷ് അമ്പരപ്പോട് കൂടി നോക്കുവാണ് ഇങ്ങനെ. ആ സമയം ശ്രീജ പറഞ്ഞു, ഒരു ജോലി റെഡി ആയിട്ടുണ്ടെന്ന് പറയണേ, ഇന്ന് മുതൽ പോകാന്ന് പറയണം. നന്ദിനിക്ക് ആ സമയം പുച്ഛഭാവമായിരുന്നു. ജോലിക്ക് പോന്നു, എത്ര ദിവസം തയ്ക്കും, ഒരു 10 ദിവസം പോലും തയ്ക്കില്ല എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പിന്നീട് അങ്ങനെ എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് ജോലിക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും നന്ദിനി നേരെ വിനായനെ വിളിച്ചുകൊണ്ട് കൊണ്ട് പോവാണ്. എല്ലാത്തിനും കാണാൻ ആ വേദയാ, അവളാണ് വിനയേട്ട ജോലിയൊക്കെ ശരിയായി കൊടുത്തത്. എൻ്റെ ദൈവമേ, ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വിശ്വേട്ടന് ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അച്ഛന് വിശ്വേട്ടനെ ആയിരിക്കും കാര്യം എന്നൊക്കെ പറയാം. ഇത് കേട്ടോ വിനായകൻ പറഞ്ഞ്, ജോലിക്ക് പോട്ടടി, വീട്ടിലേക്ക് ശമ്പളമൊക്കെ കൊടുക്കട്ടെ എന്ന് പറയാണ്. പക്ഷെ നന്ദിനിക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. തൻ്റെ ഭർത്താവിൻ്റെ ജോലിയും കൂലി ഇല്ലായിരിക്കുന്ന സമയത്ത് വിശ്വേട്ടൻ ജോലിക്ക് പോകുന്ന ഇഷ്ടപ്പെടുന്ന കാര്യമാണോ? അതിൻ്റെ അസൂയം കുശുമ്പം കുറച്ചുണ്ട് താനും. പിന്നീട് വേദ അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും കമല പോയി വേദന കെട്ടിപ്പിടിക്കണം. എന്നിട്ട് പറഞ്ഞു, നീ വന്നതിന് ശേഷം മോൾ ഇങ്ങനെയൊക്കെ, എനിക്ക് എങ്ങനെ മോളോട് നന്ദി പറയണമെന്ന് അറിയത്തില്ല. നീയാണ് ഈ കുടുംബത്തിൻ്റെ ഇപ്പം ശരിക്കുമുള്ള വിളക്ക്, നീയാണ് ഇവിടെ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയ്ക്കൊന്നും ഞാൻ പ്രതീക്ഷയില്ല, വിശ്വം ജോലിക്ക് പോകുന്ന പോലും പ്രതീക്ഷയില്ല എന്ന് പറയണം. അപ്പോഴേക്കും ശ്രീജ അങ്ങോട്ടേക്ക് വന്നു. ശ്രീജ വന്നിട്ട് പറഞ്ഞു, വേദ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന പോലും എനിക്ക് അറിയില്ലായിരുന്നു അമ്മേ. ഇപ്പം എത്രയോ നാളുകളായി ഇങ്ങനെ നമ്മൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു മുന്നോട്ടുള്ള പ്രതീക്ഷ പോലും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു പോകണമെന്നൊക്കെ പറയണം. പിന്നീട് കമല വേദന കെട്ടിപ്പിടിക്കുന്നുണ്ട്. നീ എൻ്റെ മരുമോളല്ല, നീ എൻ്റെ മോള് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വേദ എല്ലാ കാര്യങ്ങളും അവിടുത്തെ ചെയ്യുന്നുണ്ട്. എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ കമലയ്ക്കും ഭയങ്കര സന്തോഷമായി. ഈ സമയം വിക്രം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഒന്നല്ലെങ്കിലും വേദ അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വിക്രത്തിനറിയാം. അവള് ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എന്താന്ന്. അവള് അങ്ങനെ വലിയ പണികളും ചെയ്തില്ലെങ്കിലും ഈ കുടുംബത്തിന് നന്മയെ കരുതിയിട്ടാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മാഷിനൊരു കാര്യം മനസ്സിലായി, വേദയാണ് വിശ്വത്തിന് ജോലി കൊടുത്തും ജോലിയൊക്കെ പറഞ്ഞു കൊടുത്തും അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിന് നന്മയെ കരുതിയിട്ടാണ് അവളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എത്ര കാലം മാഷിന് കണ്ണടച്ചിരിക്കാൻ പറ്റും? കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റുന്നതിൻ്റെ ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. പിന്നീട് ഇടയ്ക്ക് കാണിക്കുന്ന വേദയും വിക്രവും തമ്മിലുള്ള കുറച്ച് കുസൃതിത്തരങ്ങളാണ്. കാരണം വിക്രത്തിനെ മനഃപൂർവ്വം ചൊടിപ്പിക്കാനായിട്ട് വേദ ഓരോ പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. വിക്രമാണെങ്കിലോ അതിനനുസരിച്ച് വേദയെ കളിയാക്കുകയും അവർ രണ്ടുപേരും ടോം ആൻഡ് ജെറി കോമ്പറ്റീഷൻ നടത്തുകയും ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക്. പക്ഷെ ഇതൊക്കെ രണ്ടുപേരും നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഈ വേദയുടെ ഈ കോമഡികളും അതുപോലെ തന്നെ ഈ ചൊടിപ്പീരും ഒക്കെ വിക്രം ആസ്വദിച്ചു. അതുപോലെ തന്നെ വിക്രത്തിൻ്റെ ഓരോ പ്രവൃത്തികളും വേദ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേദ ഒരു കാര്യം തിരിച്ചറിഞ്ഞു.
താൻ വിക്രത്തിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ വിക്രം ആ കാര്യം തിരിച്ചറിയുമായിരുന്നു. ഒരുപക്ഷെ വേദയുടെ കണ്ണെന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് സഹിക്കാൻ പറ്റില്ല. അന്ന് വർഷയുടെ വീട്ടിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ വേദ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഭയങ്കര സങ്കടമായി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന കുറുമ്പതരമൊക്കെ കാണിച്ചാലും വേദയുടെ ഉള്ളിലൊരു നല്ല മനസ്സുണ്ടെന്നുള്ള കാര്യം വിക്രത്തിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വിക്രം വേദന ചൊടിപ്പിച്ചാലും അവളുടെ മനസ്സ് വേദന ചെയ്യുമ്പോഴത്തേനും വിക്രത്തിൻ്റെ മനസ്സും വേദനിക്കുന്നത്. പിന്നീട് വേദ ആ കാര്യങ്ങൾ അറിയുന്നത് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വെഡിങ് ആനിവേഴ്സറിയാണ് വരുന്നതെന്നുള്ള കാര്യം ഇതറിഞ്ഞപ്പോൾ വേദ ഓർത്തു ഈ തവണ എന്തായാലും അടിച്ചു പൊളിച്ച് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. പിന്നീട് വിക്രത്തിനോട് പറയാൻ തന്നെ തീരുമാനിച്ചു. പിന്നീട് വിക്രം മുറിയിലേക്ക് വന്നതിന് ശേഷം വേദ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം. എന്ത്? അതൊക്കെ ഉണ്ട്, നിങ്ങളിവിടെ ഇരിക്കാൻ പറയണം. പിന്നെ എനിക്ക് സമയമില്ല എന്ന് പറയണം. സമയമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഇരിക്കാനൊക്കെ പറയണം. അതെ, നിങ്ങൾക്ക് ഈ കുടുംബത്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്ന് പറയണം. സ്നേഹം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. ഇതേടം വിക്രം പറഞ്ഞു, നീ എന്താടി അങ്ങനെ പറഞ്ഞേ? അല്ല, കുടുംബത്തിന് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല. സ്നേഹം ഉണ്ടെങ്കിൽ അത് കുടുംബത്തെ പ്രകടിപ്പിക്കുക ചെയ്യേണ്ടതെന്ന് പറയണം. നിങ്ങൾക്ക് അച്ഛനോടും അമ്മയോടും ഭയങ്കര സ്നേഹം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ വരുന്ന ദിവസം നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും വിക്രം പറഞ്ഞു, എന്ത് പ്രത്യേകത? പ്രത്യേകിച്ചൊന്നും ഇല്ലെന്ന് പറയും. അതാ പറഞ്ഞേ, നിങ്ങൾക്ക് കുടുംബത്തിനോടും സ്നേഹം ആത്മാർത്ഥ്യമൊന്നും ഇല്ലെന്ന്, അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും സ്നേഹമില്ലെന്ന്. നീ കാര്യം എന്താന്ന് പറ. അതെ, സ്നേഹം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും വിക്രം ഒന്ന് പറഞ്ഞു തൊലയ്ക്കുന്നുണ്ടോ എന്താന്ന്? അത് അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആന്ന് പറയണം നാളെ. വെഡിങ് ആനിവേഴ്സറിയാ? എന്താ കേട്ടിട്ടില്ലേ വെഡിങ് ആനിവേഴ്സറിന്ന്? ഇത് കേട്ടതും വിക്രം പറഞ്ഞു, അല്ല അത് പിന്നെ അതെ, ഈ തവണത്തെ വെഡിങ് ആനിവേഴ്സറി കാര്യമായിട്ട് ആഘോഷിക്കണം. അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടേതായ ഒരു സമ്മാനമെങ്കിലും കൊടുക്കണം, അവരുടെ മനസ്സ് നിറയട്ടെ. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞൊരു ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. വേദ ഉപദേശിച്ച വിക്രം ഇതോടുകൂടി നന്നാവണം. സമ്മാനം കൊടുക്കുന്നതിലുപരി വിക്രം നന്നാവുന്നതല്ലേ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം. അതൊക്കെയായിരുന്നു വേദയുടെ മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് വിക്രം ഇങ്ങനെ ആലോചിച്ചു, അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ, അമ്മയ്ക്ക് സന്തോഷമാണ്. അതിന് വേണ്ടിയിട്ട് വിക്രം നേരെ ശ്രീനിവാസ് സാറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ശ്രീനിവാസ് സാറിനോട് കുറച്ച് പണമൊക്കെ ചോദിക്കണം. എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്, കുറച്ച് പണം വേണമെന്നൊക്കെ പറയണം. അങ്ങനെ ശ്രീനിവാസൻ പണം കൊടുത്തു. അയാൾ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും വ്യക്തമായ ലക്ഷ്യമില്ലാതെ പണം കൊടുക്കത്തില്ല. കാരണം അയാൾ ചെയ്യുന്ന ഓരോ കൊട്ടേഷനും അതെല്ലാം മുൻപ് ഇന്ന് നടത്തിക്കൊണ്ടിരുന്ന വിക്രമാണ്. വിക്രത്തിനെല്ലാം ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം പേടിയായിരുന്നു താനും. പക്ഷെ പുറത്ത് അത് പറയാറില്ലെന്ന് മാത്രം. പക്ഷെ ആരും ഉപദ്രവിക്കാനൊന്നും വിക്രം പോവാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് അങ്ങനെ പണവും മേടിച്ചുകൊണ്ട് വിക്രം നേരെ പോകുന്ന കടയിലേക്കാണ്, ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് പോവാണ്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ ചെന്ന് കമലയ്ക്കും മാഷിനുള്ള ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. ഷർട്ടും മുണ്ടും സാരിയൊക്കെ സെലക്ട് ചെയ്യുവാണ്. എല്ലാം സെലക്ട് ചെയ്ത് വരുവാണ്. അങ്ങനെ വന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ എവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ട് വരുന്നു. കവറൊക്കെ പിടിച്ചുകൊണ്ട് ആദ്യമായിട്ടാണ് വിക്രം ഇങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വേദ ചോദിച്ചു, ഇതെന്താ വിക്രം എന്ന് ചോദിക്കണം. അതൊക്കെ ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ ഇതേനും കമല അങ്ങോട്ട് വയ്ക്കുന്നു. എന്താണ് മോനെ എന്ന് ചോദിക്കുക. ഇതമ്മ പിടിച്ചതെന്ന് പറയണം. കമലയുടെ ഇടയിലേക്ക് കൊടുത്തു. കമലയെ തുറന്നു നോക്കി, സാരിയാണ്. പിന്നീട് മാഷിനെ കൂടെ കൊടുക്കുകയാണ്. ഇതെന്താ? ഇത് അച്ഛനുള്ള ഡ്രസ്സാന്ന് പറയണം. രണ്ടുപേരുടെയും വെഡിങ് ആനിവേഴ്സറി അല്ലേ, അതിന് ഞാൻ വാങ്ങിച്ചാന്ന് പറയണം. നന്ദിനി ചോദിച്ചാൽ വെഡിങ് ആനിവേഴ്സറിക്കോ? ഇത് വലിയ വില കൂടിയ സാരിയാണല്ലോ. ഓഹോ, ഇത്ര വില കൂടിയതൊക്കെ മേടിക്കാനായിട്ട് വിക്രത്തിൻ്റെ പൈസ ഉണ്ടായിരുന്നു. അതങ്ങോട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കണ്ണ് മഞ്ഞളിച്ചു പോയി. അമ്മയ്ക്ക് വേണ്ടെങ്കിൽ പറഞ്ഞുതരാട്ടോ, ഞാൻ എടുത്തോളാം എന്നൊക്കെ പറയണം. ഈ സമയം ശ്രീജ പറഞ്ഞു, നന്ദിനി നീ എന്ത് വർത്താനായി പറയണമെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ വേദയ്ക്ക് സന്തോഷമായി. ഇതൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കാനുള്ളൊരു മനസ്സെങ്കിലും കാണിച്ചല്ലോ. പിന്നീട് മാഷ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. മാഷിനെ കാണിച്ചത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമല കൊണ്ട് ഇത് കൊടുക്കുകയാണ്. ഇത് വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് വിക്രം വാങ്ങിയതാന്ന് പറയണം. മാഷ് അത് വാങ്ങിച്ചായിരുന്നു. വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേ ഈ കാര്യം അറിഞ്ഞ് വിക്രമാന്നുള്ള ഒറ്റ ഒരേറായിരുന്നത്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടാ കമലെ, നിനക്ക് നാണെന്ന് പറയാൻ സാധനം ഉണ്ടോ? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കാം. എന്താ മാഷെ ഇങ്ങനെയൊക്കെ പറയണേ? അവൻ മേടിച്ചോണ്ട് തന്നിരിക്കുന്നു. ഗുണ്ടാപ്പണി ചെയ്തിട്ട് മേടിക്കുന്നല്ലേ. വല്ല ആൾക്കാരുടെ ചോര വീണ് കണ്ണീര് ശാപവും വീണ പൈസ കൂടെ മേടിച്ചാ. ഇതൊക്കെ മേടിച്ച് ധരിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നന്നാവാൻ പോകുന്നില്ലെന്ന് പറയാണ്. അവൻ്റെ ഒരു വെഡിങ് ആനിവേഴ്സറി സമ്മാനം. വിക്രത്തിന് മുഖത്ത് അടിയേറ്റോലായിപ്പോയി. വിക്രത്തിന് വല്ലാത്ത ബുദ്ധിമുട്ടായി. വിക്രം പെട്ടെന്ന് അതങ്ങ് എടുക്കുവാണ്. വേദയ്ക്കും അറിയാൻ കണ്ണ് നിറഞ്ഞു പോയി. കാരണം വിക്രത്തിന് ഇങ്ങനെ ഒരു അടി കിട്ടുമെന്ന് ഒരിക്കലും ഒരു പ്രതീക്ഷ കാര്യമില്ല. വിക്രം സങ്കടത്തോടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു, അച്ഛൻ ചെയ്താൽ ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരിക്കലും അത് വലിച്ചെറിയാനൊന്നും പാടില്ലായിരുന്നു. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതിനേക്കാൾ ഉപരി വിക്രം മേടിച്ചോണ്ട് തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് വേദ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് പോയി. ഈ സമയം വിക്രത്തിന് നല്ല സങ്കടമായിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട്.
തൻ്റെ കഷ്ടപ്പാടാണ്. പക്ഷേങ്കിൽ താൻ ഇന്നൊരു ആരെയും ദ്രോഹിക്കാനൊന്നും പോയിട്ടില്ല, നല്ലതിന് വേണ്ടിയിട്ടോ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അതറിയാനായിട്ട് ഇവിടെ ആർക്കും സാധിക്കുന്നില്ലോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കമലയ്ക്ക് ഭയങ്കര വിഷമമാണ്. കമല ഇതൊക്കെ പറഞ്ഞിട്ട് മാഷിനോട് പറഞ്ഞ് കരയാൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പ്രശ്നം അങ്ങ് തീർന്നു. പിന്നീട് വിക്രത്തിൻ്റെ അടുത്ത് എന്നിട്ട് വേദ പറയുന്നുണ്ട്, അതെ ഇനി ഇങ്ങനത്തെ ജോലികളൊന്നും വേണ്ട, ഈ ജോലി ഉള്ളതുകൊണ്ടല്ലേ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയണേ, ഈ ഗുണ്ടാപ്പണിയൊക്കെ നിർത്തിയിട്ട് അധ്വാനിച്ച് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് കൊടുത്തു നോക്ക്. ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് അച്ഛനും ഇനിയെന്ന് പറയാം, ഞാൻ ഇന്ന ജോലി ചെയ്തിട്ടാണ് മേടിച്ചതെന്ന്, അതിനൊരു അന്തസ്സുണ്ടെന്നൊക്കെ പറയാണ്. അങ്ങനെ ചെയ്യണം, അതാണ് നമ്മുടെ ആണത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക്രത്തിനോട് അങ്ങനെ ചൊടിപ്പിച്ചൊക്കെ വിടുന്നുണ്ട്. പിന്നീട് വേദ പുറത്ത് പോവാണ്. പുറത്ത് പോണ സമയത്ത് 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്ത് പോണ സമയത്താണ് വേദ ആ കാഴ്ച കാണുന്നത്. വിക്രം അവിടെ ഒരു കടയിലേക്ക് ഇവിടുന്ന് ലോഡ് കയറ്റുവാണ്. വണ്ടിയിലേക്ക് കുറേ സബോള ഉള്ളി അങ്ങനത്തെ ലോഡ് കൊണ്ട് കയറ്റുവാണ്. അത് ആദ്യത്തെ കാഴ്ചയായിരുന്നു വേദയ്ക്ക്. ആ കാഴ്ച കൊണ്ടും വേദ ഒരു നിമിഷം ഞെട്ടിപ്പോയി. വിക്രം അധ്വാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു പക്ഷേ ഈ ജോലി ചെയ്തിട്ടാണോ അവൻ ഈ പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, അതോ ഇനിയിപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടായതോണെന്ന് അറിയത്തില്ല വിക്രത്തിന്. പിന്നീട് വേദോർത്ത് ശരിയാ, ഇനിയിപ്പം വിക്രത്തിന് ചിലപ്പോൾ മാറ്റം ഉണ്ടായി കാണുമായിരിക്കും. ചിലപ്പോൾ ഇത് ആദ്യപടിയായിരിക്കും വിക്രത്തിന്റെ മാറ്റത്തിന്റെ. അധ്വാനിച്ച് അതായത് പണം ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ച് കാണുമായിരിക്കും. വേദിക്ക് സന്തോഷകരമായ ദിവസം വരുന്നത്, സന്തോഷകരമായ കാര്യം വരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ വരും ദിവസങ്ങൾ. ഇനി അധികം വൈകാതെ തന്നെ വേദയും വിക്രം ഒന്നാവും. വിക്രത്തിൻ്റെ മനസ്സൊക്കെ മാറും, വിക്രം നല്ലവനാവും. മാഷ് അങ്ങനെ വേദയുടെ മഹത്വമൊക്കെ തിരിച്ചറിയാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.